So what's up guys, welcome back. So DG Game underscore Pro is back. അപ്പോൾ ഗൈസ് ഈ എപ്പിസോഡിൽ എന്താ വെച്ചാൽ നമ്മൾ ക്ലാസിക് ഇവന്റ് റോബ്ലോക്സിലത്ത തീർക്കാൻ പോവുകയാണ്. ടോയ്ലറ്റ് ടവർ ഡിഫെൻസിന്റെ തന്നെ ഒരു വീഡിയോയാണിത്. പക്ഷെ ക്ലാസിക് ഇവന്റ് ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസിക് ഇവന്റ് 2 ദിവസത്തിനുള്ളിൽ തീരും. ക്ലാസിക് ഇവന്റ് എന്തുട്ടാന്ന് വെച്ചാൽ ക്ലാസിക് ഇവന്റ് ഒരു ഇവന്റാണ്. പഴയ കാലത്തെ റോബ്ലോക്സിന്റെ എല്ലാനും കാണിക്കണതാണ് ക്ലാസിക് ഇവന്റ്. അപ്പോൾ ക്ലാസിക് ഇവന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കുറെ ഐറ്റംസ് കിട്ടും. പിന്നെ ടിക്സ്, റോബക്സ് ടോക്കൺ, അങ്ങനെ കുറെ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും ക്ലാസിക് ഇവന്റില്. അപ്പോൾ അത് ഇവിടെ ഹെൽപ്പർ ബോട്ട് എന്ന് പറഞ്ഞാൽ റോബോട്ട് ഉണ്ട്. ഹെൽപ്പർ ബോട്ടിനോട് ചോദിച്ചാൽ ക്ലാസിക് ഇവന്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. എനിക്കിപ്പോൾ കുറച്ച് മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ടോയ്ലറ്റ് ടവർ ഡിഫെൻസിലാണ് പോണത്. ഫസ്റ്റ് ഈ ക്ലാസിക് ഇവന്റ് എങ്ങനെ ഒരു VIP ഡ്രസ്സാണ് ഞാൻ ഇപ്പം ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഇവിടെ ഒരാളുണ്ടാവട്ടെ. സാധാരണ എല്ലാ ഗെയിമും കുറേ ആളുകൾ ഉണ്ടാവണത്. കാരണം ഇതെൻ്റെ പ്രൈവറ്റ് സെർവറാണ്. എൻ്റെ ഇത് റോബക്സ് ഒന്നുമില്ല. ഈ പ്രൈവറ്റ് സെർവർ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് പ്രൈവറ്റ് സെർവർ ഉണ്ടാക്കാം ഇതിൽ. അപ്പോൾ അതാണ് എനിക്ക് കാണിക്കാനില്ല. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇട്ടേക്കണത് എൻ്റെ ഇത് കുറച്ച് എൻ്റെ ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീഷർട്ട് എന്തിട്ടാണ് ക്ലാസിക് ടീഷർട്ടാണ് അത്. അപ്പോൾ ആ ക്ലാസിക് ടീഷർട്ട് എന്തിട്ട് റോബ്ലോക്സ് പ്രസൻറ്റേഷൻ ഗ്രൂപ്പിൽ ചെന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് കാണിച്ചു തരാം. Look at the telescope. All right, we can look at the telescope. We can look at the telescope. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ക്ലാസിക് ഇവന്റ് തുടങ്ങിയത്. റോബ്ലോക്സ് ദ ഹണ്ട് എന്ന് പറഞ്ഞ ഗെയിമാണ്. Chat. Boom, there it is. It's the classic House of Robloxia. ക്ലാസിക് That Roblox classic. ക്ലാസിക് ഇവന്റ് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടെ ടൈമർ ഒരു പോർട്ടൽ ഓപ്പൺ ആയി ഞങ്ങളെ കൊണ്ടുപോകുന്ന വിചാരിച്ചത്. ഇത് അടിപൊളിയെന്ന് ഞാനും പിന്നെ എല്ലാവരും ചെറുതെ പേടിക്കുകയും കൂടിയൊക്കെ ചെയ്ത് റോബ്ലോക്സ് ഹാക്കായെന്നൊക്കെ വിചാരിച്ച് അതിപ്പോൾ തന്നെ കാണിച്ചാൽ അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഇതാണ് 25, 24, 21. Oh, it skipped 21. Y'all see that? Here we go. 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 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ഒന്നും ഇത് കണ്ടില്ലേ? എല്ലാരും ഇങ്ങനെ ക്ലാസിക് ആയിട്ട് ഒരു ബഗ്ഗൊക്കെ ആയിട്ട് വന്ന് പെട്ടെന്ന് പേടിച്ചു പോയി. ഇനി ബാലൻസ് നിങ്ങൾ തന്നെ കണ്ടു എന്തൊട്ടാ സംഭവിക്കാൻ പോണതെന്ന്. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചത് കാരണം തൊട്ട് പെട്ടെന്ന് ക്ലാസിക് ഇവന്റ് അപ്പം തന്നെ സ്റ്റാർട്ട് ആകുമ്പോൾ ഇങ്ങനെ ആ മറ്റേ ഇത് എന്തൊട്ടാണ് ബഗ്ഗാവാൻ തുടങ്ങി. 1-2 മിനിറ്റ്സ് വേറെ ഉണ്ടാവാതെ അങ്ങനെ ബഗ്ഗായി കുറേ ഇതുണ്ട്. ഇത് കണ്ടില്ലേ? അങ്ങനെ മാറാനൊക്കെ തുടങ്ങി. പിന്നെ ഫുള്ളും ഗ്രീനായി സർവർ ബ്ലോക്കൺ അങ്ങനെയൊക്കെ കാണിച്ചു. Is that supposed to happen? കാണും. Rejoin, look up. Do I rejoin? Wait. Y'all hear that? അവിടെയാണ് ക്ലാസിക് ഹൗസ്. അത് ഇപ്പൊ അതിലോട്ടേക്ക് വീഴും. അത് വീണ് പൊട്ടി പോയി. Yo, my mouse. Oh my god, my mouse. ഇങ്ങനെയാണ് ഞങ്ങള് കൊണ്ടുപോയത് ക്ലാസിക് mouse. Oh my god, my mouse is glitching. Yo, my mouse is glitching.
കേസ് അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിക് ഇവന്റ് സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസിക് ഇവന്റിൽ കുറേ ഇതൊക്കെ കിട്ടും. 2 ദിവസം കൂടിയല്ലോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലാസിക് ഇവന്റ് ചെയ്താൽ എന്നിട്ട് കുറേ ഫ്രീ ആയിട്ടുള്ള സ്റ്റെപ്സ് കിട്ടും. കുറച്ച് പാടൊക്കെയാണ്, അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കണം, നല്ലതായിരിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ടൈക്യൂൺ 2 ഉണ്ട്, അത് ഞാനിപ്പോൾ 7 ആയി. അത് 10 ആണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ എന്തിട്ടാണ് ഒരു കുഴപ്പം പറ്റിയതിൽ. പിന്നെ കളക്ട് ചെയ്ത ഇത് തിരിച്ച് കളക്ട് ചെയ്യാൻ പറ്റൂല, അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം പറ്റിയായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ടിക്സും ടോക്കൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഇന്നത്തെ വീഡിയോ ടോയ്ലറ്റ് ടവർ ഡിഫെൻസ് ആണ്. അപ്പോൾ ഞാൻ അത് നോക്കട്ടെ. ഇവിടെ ടോയ്ലറ്റ് ടവർ ഡിഫെൻസ് ഉണ്ട്. പിന്നെ പുതിയൊരു മാപ്പ് വന്നിട്ടുണ്ട്, ഡസ്റ്റി ട്രിപ്പ് ടവർ ഡിഫെൻസ് സിമുലേറ്റർ, ടോയ്ലറ്റ് ടവർ ഡിഫെൻസ് മാറ്റി. ഓക്കെ ഇതേനാ, ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നോക്കിക്കോ. മറ്റേ നേരത്തെ യൂട്യൂബിൽ കാണിച്ചതുപോലെ തന്നെയാണ്. ഞാൻ ടോയ്ലറ്റ് ടവർ ഡിഫെൻസിൽ പുതിയ മാപ്പ് ഉണ്ട്, പുതിയ യൂണിറ്റും ഉണ്ട്. ഇത് ഞാൻ മീഡിയം മോഡ്. ഇവിടെ ടോയ്ലറ്റ് ടവർ ഡിഫെൻസ് ജോയിൻ ഇങ്ങനെ കാണിക്കും, വെൽക്കം ടു ടോയ്ലറ്റ് ടവർ ഡിഫെൻസ്. ഞാനിപ്പോൾ ഒന്ന് കേസ്, അപ്പം ഞാൻ ചെറിയൊരു ബഗ് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഷൂ ചെറുതായിട്ട് ബഗ്ഗായെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇത് ഞാൻ കളക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഇവന്റ്. അറിയാണ്ട് മിസ്റ്റേക്ക് പറ്റി, ഞാൻ അറിയാണ്ട് പഴയ ഒരു മാപ്പിലോട്ടേക്ക് പോയി. അതെ, ക്ലാസിക് ക്ലാസിക് ക്രോസ് റോഡ്സ് എന്നാണത്. എന്തൊട്ടാ റോബ്ലോക്സിൻ്റെ ഓണർ ഉണ്ടാക്കിയതാണ്. ക്ലാസിക് ക്യാമറാമാൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റ് കിട്ടണം. പിന്നെ ക്ലാസിക് ക്യാമറാമാനും കൊണ്ട് ഇതൊക്കെ കൊല്ലണം, ഈ ടിക്സ് കണ്ടുപിടിക്കണം. ബീറ്റ് മീഡിയം ഡിഫിക്കൽറ്റി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു എത്തിക്ക് നല്ല യൂണിറ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോയാണ്. ഞാൻ അപ്പോൾ ഈ മാപ്പിലോട്ടേക്ക് ജോയിൻ ചെയ്യാം. ചിലപ്പോൾ ഈ നെറ്റ് ശരിയായിരിക്കും. അപ്പോൾ ഞാൻ ടോയ്ലറ്റ് ടവർ ഡിഫെൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്ന് ക്ലാസിക് ഇവൻ്റ് അല്ലാണ്ടൊന്ന് ജോയിൻ ചെയ്യാൻ നോക്കാം. ടോയ്ലറ്റ് ടവർ ഡിഫെൻസ് എൻ്റെ നെറ്റ് ഓക്കെ ആണല്ലോ. ഓക്കെ, എൻ്റെ നെറ്റ് ഓക്കെ ആണ്. ടോയ്ലറ്റ് ടവർ ഡിഫെൻസ് കേസ്. അപ്പോൾ ഇവിടെ ഫുള്ളും ശരിയായിട്ടില്ല. ഇവിടെ നല്ല ഇതിന് ഞാൻ എന്തായാലും തരൂല. ടോയ്ലറ്റ് ഡിഫെൻസിൽ എനിക്ക് കയറാൻ പറ്റില്ല. അത് നെറ്റിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടോ. ഞാൻ വേറൊരു ഗെയിം ട്രൈ ചെയ്ത് നോക്കട്ടെ.
ഗൈസ് അപ്പോൾ ഞാൻ റോബ്ലോക്സിൽ ഇപ്പൊ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ കേറാൻ നോക്കാം. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ടോയ്ലറ്റ് അവർ ഡിഫെൻസിൽ ഗ്ലിച്ച് ഇല്ലാണ്ട് എന്തൊട്ടാ ഞാൻ കയറിയിട്ടുണ്ട്. ഇതേ ക്ലാസിക്കിൻ്റെ ഇതുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഡേ 2 അല്ല, ഇത് ഫൈനൽ ഡേ ആവാറായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്രോസ് റോഡ്സ് ചെയ്യാൻ പോയി. പിന്നെ ഗൈസ് കുറച്ച് അപ്ഡേറ്റ്സും കൂടി ഉണ്ട്. എൻഡ്ലെസ് റാങ്ക്സ് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ടിക്സൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടിക്സൊക്കെ വേണമെങ്കിൽ ലാൻഡ് ട്രക്കിൻ്റെ ഇതിൽ പോകണം. പിന്നെ എൻ്റെ പുതിയ അക്സസറിയാണ് ഇത്, ക്ലാസിക്കിൻ്റെ ഇതിന്ന്. ഇത് ഏകദേശം തൊട്ടാണ് 3rd സീലോട്ടൊക്കെ എൻ്റെ അറിയാനായിട്ടുള്ളൊരു ഇതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ടെലിപ്പോർട്ടേറ്റ്സ് ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ പോവാം. പിന്നെ എനിക്ക് ക്വസ്റ്റ് ഞാൻ കാണിച്ച ക്ലാസിക് ഇവൻറ്റിൻ്റെ BTC മോഡ് അത് കഴിഞ്ഞ് ഇനി 200 കോയിൻസ് ഇനി അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഡിഫീറ്റ് 1000 ടോയ്ലറ്റ്സ് ബീറ്റ് മീഡിയം മോഡ് ഡിഫീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ എന്തൊട്ട് ഈസ്റ്റർ സ്പീക്കർമാൻ ഉണ്ട്. അപ്പോൾ ഈസ് ചെയ്യുക. ഞാൻ ഏതെങ്കിലും ഒരാളുടെ ക്രോസ് റൂട്ട്സിൽ ചേരാം. സൗണ്ട് എഫക്റ്റ് റീഓൺ ചെയ്യട്ടെ. ഗൈസ് അപ്പോൾ എനിക്ക് ഒന്ന് ക്ലോക്ക് ഇവന്റിന്റെ അങ്ങോട്ടേക്ക് പോകണം. കാരണം അവിടെയൊന്നും ഞാൻ ടിക്സ് എടുത്തിട്ടില്ല. ഞാൻ ടിക്സ് ഫുള്ള് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 8 ടിക്സ് കണ്ടുപിടിച്ച് ഇനി കുറച്ച് ടിക്സും കൂടി കണ്ടുപിടിക്കണം. അത് ഞാൻ ലാൻഡ് വീഡിയോയിൽ നിന്ന് കണ്ടുപിടിക്കാനൊക്കെ നോക്കാം. ഇപ്പം ഞാൻ എന്നിട്ട് ക്രോസ് റോഡ്സ് കളിക്കും. പിന്നെ കുറച്ച് ടിക്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഗൈസപ്പോൾ ഇവിടെ ഇപ്പം ടിക്സൊന്നും ഞാൻ കാണാനില്ല. ഗൈസപ്പോൾ അവിടെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരാളുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ നല്ല യൂണിറ്റ് ഉണ്ട്. അല്ലെ ക്ലോക്ക് മാൻ ഉണ്ടത് നല്ല ഗൈസ്. എനിക്ക് അവനോട് തൊട്ടാണ് മീഡിയം മോഡ് സെലക്ട് ചെയ്യണം. എനിക്ക് മീഡിയം മോഡാണ് കളിക്കേണ്ടത്. അപ്പോൾ മീഡിയം മോഡ് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണത്തിലുണ്ടാക്കുക. കേസ് അപ്പോൾ ഇവിടെ ലോഡാവാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. കേസ് ലോഡായി. ഇതാണ് മാപ്പ്. ഓക്കെ, എന്തായാലും മീഡിയം മോഡ് കിട്ടാൻ പോണം. കേസ് എനിക്ക് കുറച്ച് മണി വേണം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചാൽ ഇന്നലെ എനിക്കൊരു ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ക്രോസ് റോഡ്സ്. ഇതിന്റെ ക്രിയേറ്റർ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരാളുടെ എൽഫ് ഉണ്ട്, അതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇയാളയിൽ ഇതേ ഇവന്റിന്റെ ഭാഗമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കിട്ടണതാണത്. എന്റെ മൗസ് പോയിന്റ് അത് കാണാൻ പറ്റേണ്ടതെന്ന് അങ്ങോട്ട് കാണാൻ ഇവിടെ കേസിന് ഞാൻ എൻ്റെ യൂണിറ്റ് വെക്കാം. മീഡിയം മോഡിൽ ബോസ് ഇത്തിരി കൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ യൂണിറ്റ് അങ്ങനെ വെക്കാം. ചിലപ്പോൾ ഈവിൾ വേവ് ഉണ്ടാവും. എനിക്കൊരു ഈവിൾ വേവ് കിട്ടിയതിൽ എന്തൊട്ടാണ് അത് 2 റോബ്ലോക്സിന്റെ ഹാക്കേഴ്സ് വരും. അങ്ങനെയാണ് ഈവിൾ വേവ് ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ വേറെ ഒരെണ്ണത്തിനെയും കൂടി വെക്കാം. ഗൈസ് ഇവിടെ ഒരാൾക്ക് ക്ലോക്ക് മാൻ ഉണ്ട്. അത് ബോംബ് എറിയുന്ന ക്ലോക്ക് മാൻ.
ഇതൊരു നല്ല ടൈപ്പ് ക്ലോക്ക് ഇവന്റ് സ്റ്റാർട്ടാണ്. അപ്പോൾ പെർഫെക്റ്റ് ടൈമിങ് തന്നെയാണ് എന്നിട്ട് ക്ലാസിക് ഇവന്റ് വന്നത്. ഇതൊക്കെ എനിക്കിത് അപ്ഗ്രേഡ് ചെയ്യണം. ഇതൊക്കെ 600 ആണ് ഏറ്റവും അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്തൊക്കെ അപ്പൊ ഇയാൾക്ക് എന്തിട്ടാണ് ഇയാളുടെയിലെല്ലാം കുറെ ക്ലോക്ക്സ് ഉണ്ട്. പക്ഷെ അപ്ഗ്രേഡ് ടൈറ്റൻ ക്ലോക്ക് മാൻ ലാർജ് ക്ലോക്ക് മാൻ ഒന്നും ഇല്ല, കുറേയൊക്കെ ഇല്ല. കേസാൻ്റെ ഒരെണ്ണത്തിന് അപ്ഗ്രേഡ് ചെയ്യിപ്പ. എൻ്റെ പിന്നെ മെഡിക്കൽ കേസ്. അപ്പൊ എൻ്റെ മെഡിക്കൽ വല്ല ആവശ്യമുള്ള ഉപയോഗിക്കാം. ഓക്കെ, എൻ്റെ ഏറ്റവും ആദ്യത്തെ സ്പീക്കർ മാൻ അപ്ഗ്രേഡ് ആയി. ഞാനവിടെ ഇവിടെ കുറച്ച് കേസ്. അപ്പോൾ എന്താണ് എനിക്ക് ഇനി എൻ്റെ യൂണിറ്റ്സ് വെക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി ഫ്രണ്ടിൽ ആള് അവരുടെ യൂണിറ്റ്സ് എല്ലാം തീർക്കുന്നുണ്ട്. എൻ്റെ യൂണിറ്റ്സ് ഞാനിവിടെ എന്താണ് ഒരു ബാക്കപ്പിന് വേണ്ടി വെച്ചേക്കണ ടോയ്ലറ്റ്സ് ഗെറ്റും ചെയ്ത്. എൻ്റെ യൂണിറ്റ്സിന് AOV അറ്റാക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു ഗെയിം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത്. അതെന്നിട്ട് മൈ റെസ്റ്റോറൻറ്റ് ടൈക്കോൺ എന്ന് പറഞ്ഞ ഗെയിമാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്നിട്ട് വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചാൽ അത് ഏതാണെന്ന്. ഇപ്പം ഞാൻ എന്താ ഇത് കളിച്ച് തീർത്തിട്ട് ഇനി നോക്കാം എല്ലാവരും. ഇത് മീഡിയം മോഡ് തന്നെയാണ്. ഓക്കെ, നമുക്കൊന്നും ചെയ്യണ്ട. ഇയാളുടെ സോ അപ്ഗ്രേഡ് ടൈറ്റൻ ക്യാമറമാൻ ഉണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യണ്ട. ജസ്റ്റ് നമ്മളെ യൂണിറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി. ഇതൊരു പവർഫുൾ എക്സ്ക്ലൂസീവ് യൂണിറ്റ് ആണ്. എൻ്റെ ഇതിനേക്കാളും പവർഫുൾ. ഇതിനെയും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ പേര് ഇതിനൊക്കെ വെക്കാം. അപ്പൊ എൻ്റെ അതിനെ വെച്ചത് നല്ലതായിരുന്നു. ഞാനിവിടെ എൻ്റെ ഒരു മെഡിക്കിനെ വെച്ചിട്ടുണ്ട്. രണ്ടും ഇതിൻ്റെ റേഞ്ചിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഒരു അപ്ഗ്രേഡും കൂടി റേഞ്ചിൽ വരും. അപ്പോൾ ഇത് ലെജൻഡറി ടൈറ്റൻ അധികം കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്നിട്ടാണ് ഗോഡ്ലി ആണെന്ന്. ഞാൻ കുറെ ഗോഡ്ലി ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം മാക്സ് ഔട്ട് ആവാൻ ഗെയിമാണ്. ഇതിൻ്റെ റേഞ്ച് ക്രേസി ആയിട്ടുണ്ട്. സോയിൻ്റെ ഇത് അപ്പോൾ എൻ്റെ പുറകിലത്തെ ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പിന്നെ എമർജൻസിക്കാണ് ഞാൻ ചെയ്യണത്. എന്തായാലും വേണ്ടി വരുമെന്ന് തോന്നണില്ല. ഇത് ഞാൻ ക്യാമറ ഇവിടെ
അപ്ഗ്രേഡഡ് ആണ്. അപ്പോൾ കുഴപ്പമില്ല. സോ ഓക്കെ, അപ്പൊ ഇവിടെ സോ ഇപ്പൊ അപ്ഗ്രേഡ് കേസ് വാക്യൂം പോയി, അതുകൊണ്ട് നല്ലതാണ്. സോ ഇപ്പൊ ഏകദേശം മാച്ച് ആവാതായി. എനിക്ക് തോന്നുന്നു ഇത് അധികം ഇത് കട്ട എക്സ്പെൻസീവ് ആണ്, പിന്നെ അധികം നല്ലതും അല്ല ഇത്. എന്റെ ബൺ ഈസ്റ്റർ ഇതെന്തിട്ടാണ്? ഗൈസ്, അപ്പൊ ഇതാണ് പുതിയ യൂണിറ്റ്. ഇത് ക്ലാസിക് ക്യാമറമാൻ. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇത് നല്ല ഡാമേജ് ഇതൊക്കെ ചെയ്യും, റേഞ്ച്, കൂൾ ഡൗൺ. അപ്പൊ ഇത് കുഴപ്പമില്ല, നല്ല യൂണിറ്റ് ആണെന്ന് തോന്നുന്നു ഇത്. കേസ് എന്റെ മെഡിക്ക് ഇപ്പൊ ഇവിടെ എന്റെ മെഡിക്ക് ഇപ്പൊ ഫുള്ളി അപ്ഗ്രേഡഡ് ആണ്. എനിക്ക് വേണമെങ്കിൽ എന്തൊട്ടാണ്, എനിക്കൊരു മാത്സ് ലെവലായി. വേറെ മാത്സ് ഫ്രണ്ടിൽ എനിക്ക് 2 മാത്സ് ഔട്ട് ആയിട്ടില്ല. ഈസ്റ്റർ സ്പീക്കർ മാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ബാക്കിലത്തേയും കൂടി അപ്ഗ്രേഡ് ചെയ്താൽ മതി മാത്സ്. ഓക്കെ, ഞാൻ സൗണ്ട് എഫക്ട്സ് മാത്രം ഓഫ് ചെയ്തിട, വേറെ എല്ലാം ഓൺ ആക്കിയതാ കാണാം. സോ ക്യാമറമാനിന്റെ എന്തൊട്ടാണ് എല്ലാരും കട്ട സൗണ്ടൊക്കെ ഉണ്ട്. ഇത് ഓട്ടോ സ്കിപ്പ് ചെയ്യാൻ എനിക്കൊന്നാണ്. ഇത് എല്ലാം ഓക്കെയാണ്. ഓടിപ്പോയി ഒന്നും പറ്റില്ല. ഞാൻ തീർച്ചയായും റീസ്പോൺ ആവും അവിടെ തന്നെ. ഓക്കെ, അപ്പൊ എന്റെ എല്ലാരും ഫുള്ളി അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട്. എല്ലാത്തിനും എന്റെ മെഡിക്കിന്റെ റേഞ്ചിൽ വെക്കണ നല്ലതായിക്കൊന്നു തോന്നുന്നു. എല്ലാത്തിനും കേസ് എന്റെ എല്ലാം യൂണിറ്റ് മാക്സ്ഡ് ഔട്ട് ആണ്. എനിക്കൊന്നും വഴിനേക്കാളും കുറെ മീഡിയം മോഡ് ഡിഫീറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആവും. അതിന് ശേഷം എനിക്ക് ടോയ്ലറ്റിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂലേ. ആളുകളുടെ ഒപ്പം ഞാൻ മീഡിയം മോഡാ ചെയ്യണത്. വേറെ അധികമൊന്നും ചെയ്യണില്ല. കാരണം ടോയ്ലറ്റിന് വേറെ ആളുകളാണെങ്കിൽ വല്ല ഗോഡ്ലിനെ വല്ല കമന്റ് ചെയ്ത് ഞാൻ വേറെ കണ്ടു ഇവിടെ. പിന്നെ ഞാനിപ്പോ ഇവിടെ എന്റെ എല്ലാം ഇവന്റിന്റെ യൂണിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ ആകെ 2 ഇവന്റ് യൂണിറ്റ്സ് ഉണ്ട്. ഞാൻ ക്രിസ്മസ് ഇവന്റിനാണ്. ക്രിസ്മസ് ഇവന്റ് അല്ല അതിന് മുമ്പ് കളിക്കാൻ തുടങ്ങി. പക്ഷെ കുറെ ലാഗൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കാനൊക്കെ ഒന്നും പറ്റിയില്ല. ഇപ്പൊ പിന്നെ ഞാൻ ക്രിസ്മസ് ഇവന്റിന് ജോയിൻ ചെയ്ത് കുറച്ച് ലാഗൊക്കെ പോയി. ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാതുകൊണ്ടാണ് മര്യാദക്ക് കളിക്കാൻ പറ്റണത്. അപ്പൊ ഇവിടെ എല്ലാം ഈസിയാണ്. വരുമ്പോ അപ്പൊ തന്നെ ഇവരുടെ യൂണിറ്റ്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യും. ആകെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് വാക്യൂം ആണ്. അതിപ്പോ ഫുള്ളി ഡിസ്ട്രോയിഡ് ആയി. ഇവിടെ 2 മാച്ച് ലെവലുണ്ട്. ഇനി ഒരു അപ്ഗ്രേഡും കൂടി കഴിഞ്ഞത് മാച്ച് ആവോന്ന് തോന്നണം എനിക്ക്. ടോയ്ലറ്റിന് ഞാൻ കൊന്നുവിട്ടു. ഞാനിവിടെ എന്റെ എല്ലാം യൂണിറ്റും സെല് ചെയ്യാൻ പോവുകയാണ്.
മറ്റേ ഹാക്കറിന് ഒറ്റടിക്ക് കേസ് ഹാക്കറിനെയൊക്കെ ഞങ്ങൾ ഒരു സെക്കൻഡും കൊണ്ട് കേസ് അങ്ങനെ മീഡിയം മൂഡ് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പ്ലേ ഗെയിം കൊടുക്കണ്ട കേസ്. അപ്പോൾ ആരോ പ്ലേ ഗെയിം കൊടുക്കണ്ട, ഞാനും പ്ലേ ഗെയിം കൊടുക്ക. കേസ് ഞാൻ തിരിച്ച് ലോബിയിലോട്ടേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ മീഡിയം മോഡ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് അങ്ങനെ എന്തിട്ടാണ് ടോക്കൺ കിട്ടി. പിന്നെ എനിക്ക് കുറച്ച് ടോയ്ലറ്റ്സിനെയും കൂടി ഡിഫീറ്റ് ചെയ്താൽ മതി എനിക്ക് ക്ലാസിക് ക്യാമറമാൻ കിട്ടാൻ. അതിനുശേഷം ക്ലാസിക് ക്യാമറമാനെ കൊണ്ട് 1000 ടോയ്ലറ്റ്സിനെ കൊല്ലണം. കേസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രാവശ്യം ഞാൻ മീഡിയം മോഡിൽ തന്നെ കളിക്കുക. കാണാൻ കുറേ ടോയ്ലറ്റ്സിനെയും കിട്ടും, എനിക്ക് കുറേ പൈസയും കിട്ടും. പിന്നെ ഞാൻ പിന്നെ ഹാർഡ് മോഡി കളിക്കണ നല്ലതല്ലെന്ന് തോന്നണം എൻ്റെ കയ്യിൽ. ഹാർഡ് മോഡ് ഞാൻ ചൂസ് ചെയ്തു. അപ്പൊ കുറച്ച് അറിയാണ്ട് ഞാൻ പൊട്ടത്തരം ചെയ്തു പോയെന്ന് തോന്നുന്നുണ്ട്. ഫയർ വർക്ക് വെക്കണതായിരുന്നു നല്ലത്. പക്ഷെ എനിക്ക് ഓൾറെഡി ഡാമേജ് കിട്ടുന്നു. കുറച്ച് മണി കേസ് ഞാനിവിടെ ഓൾറെഡി ലൂസ് ആവാൻ തോന്നുന്നുണ്ട്. ഇത് നല്ലതല്ല. എനിക്ക് കുറച്ച് ടോയ്ലറ്റ് പോയ കുഴപ്പമില്ല. എനിക്ക് കുറച്ചും കൂടി കൊന്നാൽ എനിക്ക് ഇതായിരുന്നു. അഞ്ഞാരും അകത്ത് കയറൂല. പിന്നെ എൻ്റെ AOV ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. AOV ഡാമേജ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കേസ് ഞാൻ വേവ് സ്കിപ്പ് ചെയ്ത്. ഈ പ്രാവശ്യം എൻ്റെ ഒരു ടൈറ്റൻ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചെറുതായി സൂക്ഷിക്കണം. ടൈറ്റനേക്കാളും നല്ലത് ഇതായിരുന്നു തോന്നുന്നത്. AOV ഉണ്ട് എൻ്റെ ലെജൻഡറിനേക്കാളും നല്ലത് ഇതായിരുന്നു. എനിക്കപ്പോൾ ആ മറ്റേ കോയിൻസ് കൊണ്ട് ഒന്ന് റോൾ ചെയ്ത് നോക്കാം. എന്നിട്ട് റോളല്ല എന്നിട്ടാ ബ്ലോക്ക് റൂട്ട് കളിച്ച് കളിച്ച് ടോയ്ലറ്റ് ഡിഫൻസിൻ്റെ ഇത് ചെറുതായി നമ്മൾ നോന്നു എന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടാണ് കുറച്ച് യൂണിറ്റ്സിനെ സമെന്റ് ചെയ്യണം. കേസ് അപ്പം എൻ്റെ ഏറ്റവും ഈസ്റ്റർ ബണ്ണീനെ
ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. ഞാനപ്പോൾ 2 സെക്കൻഡ് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ വരാം. അപ്പോൾ ഞാൻ എന്തിട്ടാ വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യണം. ഗൈസ് ഒരു പ്രോബ്ലം വലിയ പ്രോബ്ലം. പെട്ടെന്ന് ഒരു പ്രോബ്ലം. അത് ജസ്റ്റ് മിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഡൂൾ ക്ലോക്ക് കേറിയിരുന്നെങ്കിൽ ഞാൻ ഖത്തം ആയാലേ. അപ്പോൾ എൻ്റെ മുട്ടകൾ ടോയ്ലറ്റിൻ്റെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഇരിക്കാം. ഇതുപോലെ ക്രോസ് റോഡ്സിൽ മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഈവിൾ വേവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ മറ്റേതുണ്ട് ഹാക്കേഴ്സിൻ്റെ മാത്രമുള്ളത്. എൻ്റെ മെഡിക്ക് എൻ്റെ മെഡിക്കിനെ പ്ലേസ് ചെയ്ത് ഇവിടെ ഇവനെ മാത്രം ഹീൽ ചെയ്യാൻ തോന്നുന്നുണ്ട്. മെഡിക്കിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ പിന്നെ എനിക്കിപ്പോൾ ഡാമേജ് ഞാൻ മെഡിക്കിനെ നോക്കാൻ ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ radius is one of the cells that are bad for kind of rational. Medicinal place ചെയ്തു. ഫസ്റ്റ് ഞാൻ ഈ ബാക്കിലെത്ത പിന്നെ മാക്സ് ഔട്ട് ചെയ്യാം. തന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് മണി നെഫാണ്. ടോയ്ലറ്റ് നെഫ് ബാഡ് ന്യൂസ്. മെഡിക്കിന് ഒരു അപ്ഗ്രേഡ് കൊടുക്കാൻ ടൈമായി. ഞാൻ പെട്ടെന്ന് മിനിഗൻസ് അവിടെ ഈ പാരസൈറ്റാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. എനിക്ക് മെഡിക്കിന് വെക്കാണെങ്കിൽ നല്ല സ്ഥലം. ഫ്രണ്ട് ലെവൽ 2 ബ്ലാക്ക് ഒരാള് മാത്സ് ലെവലും കൂടിയാണ്.
കേസ് എന്റെ ക്യാമറ അറ്റാക്ക് ഹെലികോപ്റ്റർ മാക്സ് ലെവലായി. ഞാൻ ബാക്കിലത്തെ ഇതിനെ ലെവലൊക്കെ കുറച്ച് ഡാമേജ് കുറയും, അത് കുഴപ്പമില്ല. പക്ഷെ നല്ല AOV ഇതൊക്കെ ഫ്രണ്ടിലൊക്കെ ഇതായി. എനിക്ക് മുമ്പിൽ ഒരു ക്യാമറ ഹെലികോപ്റ്ററും കൂടി വെക്കണം, നല്ലതായിരിക്കും. ഓക്കെ, 2 മാച്ച് ഔട്ട് ക്യാമറ ഹെലികോപ്റ്റർ ഉണ്ട്. ഇനി ഞാൻ മെഡിക്ക് ഫുള്ളും കവറിയുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലതാണ്, ഒരു പുതിയ ഇതാണ്. ഓക്കെ, ഇത് ലെവൽ 3 ആയി. ഇനി 10 മിനിറ്റ്സ് 10 അല്ല ഒരു ഓക്കെ. ഇനി നമുക്ക് 10 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഈ മീഡിയം മോഡ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ എല്ലാവരും മാത്സ് ഔട്ടാണ്. മെഡിക്കൽ വെച്ച് വേറെ എല്ലാം മാത്സ് ഔട്ടാണ്. ഇനി ഇപ്പോൾ ഞാൻ മെഡിക്കിനെ അപ്ഗ്രേഡ് ചെയ്യണം, നല്ലതായിരിക്കും. കാരണം എല്ലാവരും കോഴ്സും കൂടി ഇതാവാൻ അവസാനം കാണാൻ ഡൂൽക്രോസിനും മിനിഗൻസിനും യൂണിറ്റ്സിനെ സ്റ്റഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കുറെ സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ അവിടെ പിന്നെ എല്ലാം 1 സെക്കൻഡിലും ഇത് ആയിക്കൊണ്ടിരിക്കും. അത് നല്ലതാ. ഞാൻ എന്തായാലും ഇത് വേസ്റ്റ് ചെയ്യണില്ല. മറ്റേ മെഡിക്കിന്റെ ഇത് എന്താ ഇവിടെ ഫയർ വർക്കിനൊക്കെ വെക്കാം. ഓക്കെ, കുറച്ചും കൂടി മണി വേണം ഫയർ വർക്കിനെ മാക്സ് ഔട്ട് ചെയ്യാൻ. സെക്കൻഡ് സ്പ്ലാഷ് ഡാമേജ് ഉണ്ട് എൻ്റെ ക്യാമറ അറ്റാക്ക് ഹെലികോപ്റ്റർ. പുതിയതായി വെച്ചതായിരിക്കും മിസൈലിന്റെ കാണാൻ നേരത്തെ. കാരണം സ്പ്ലാഷ് ഡാമേജ് വെച്ചാൽ AOV ഡാമേജ് പോലെയല്ല. AOV ഡാമേജ് ആ മറ്റേ എന്തുട്ടാ വെച്ചാൽ എന്തുട്ടാ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൈൻസ് ഉണ്ടാവും. അങ്ങനെ എന്തുട്ടാണ് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഇരിക്കണം. ഈ ഒരു കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ AOV. ഇപ്പൊ അതേ കാണും. ആ വൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ AOV. ആ AOVയിലുള്ള എല്ലാത്തിനും ഡാമേജ് ഉണ്ട്. ഈ പാരസൈറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്റെ എല്ലാം മാക്സ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. കുറെ പൈസ ഉണ്ട്. ഞാൻ ഇന്ന് കുറച്ച് ചോദ്യമുള്ളൂ. ഇപ്പൊ എന്റെ എല്ലാരും മാക്സ്ഡ് ഔട്ട് ആണ്. ഞാൻ ഓൾറെഡി 13 യൂണിറ്റ്സ് പ്ലേസ് ചെയ്തു. ഇത് നേരത്തെ പ്രൊഫോസിനായി ഞങ്ങൾ ഇൻഫിനിറ്റ് യൂണിറ്റ്സും ഉണ്ട്.
പിന്നെ ഹോവായോ മോഡില് അടിപൊളിയാണ്. എനിക്ക് ഗോൾഡീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റാൻ, പക്ഷേ ഞാൻ കളിച്ചില്ല. അത് പ്ലേസ് ചെയ്യാൻ കൂടെ പറ്റൂല. എന്തെങ്കിലും മണി മേക്കേഴ്സ് ഒക്കെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എങ്ങനെയാണ് ഹോവായോ മോഡ് വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ യൂട്യൂബിൽ. ഇപ്പൊ ഞാനിവിടെ പോകും. ഞാൻ ഞാനൊന്നും ചെയ്യണ്ടേ, ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓട്ടോ സ്കിപ്പ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ മാച്ച് ലിമിറ്റ് എത്തി. ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാരും അപ്ഗ്രേഡും കൂടിയാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് ഡാമേജ് എടുത്ത് അതുപോലെ പൂല എസ്കേപ്പ് ഇതിപ്പോ ഇത് പഴയ എന്തിട്ടാണ് ക്രോസ് റോഡ് മാപ്പിന് ഇത് വിളിക്കണ. ഇത് എന്തിട്ടാണ് റോബ്ലോക്സിന്റെ ഓണർ തന്നെ ഉണ്ടാക്കിയ ഇതാണ് ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ. അത് ടോയ്ലറ്റ് അവർ ഡിഫൻസ് ഇല്ലതാണ്, അല്ലാണ്ട് ടോയ്ലറ്റ് അവർ ഡിഫൻസിന്റെ ഇതല്ല. കേസ് ബോസ് ടോയ്ലറ്റ് 2.0 ഇത് പാടേക്കാൻ തോന്നുന്നുണ്ട്. രണ്ടാവൂല എന്തായാലും. evil മോഡിൽ ഇത് ഇന്നില്ലല്ലോ. ഇതാണ് മറ്റേ ഹാക്ക്. കുറച്ച് ഇപ്പൊ ആനിമേഷൻ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 1:1 ഫൈനൽ ഫോം കേസ്. അപ്പോൾ അത് ഈസി ആയിരുന്നു, അധികം കുഴപ്പമുണ്ടായിരുന്ന. ആദ്യത്തെ കുറച്ച് ടോയ്ലറ്റ് അത് എൻ്റെ പൊട്ടത്തരം കാണാൻ സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതാണെങ്കിൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കേണ്ട. ഇത് ഒരു ഡാമേജ് ഡീൽ അത് കിട്ടിയിട്ട് ഉപയോഗിക്കണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കുറെ ഡാമേജ് ഒക്കെ കിട്ടും. കേസ് എന്റെ ക്ലാസിക് ക്യാമറമാൻ കിട്ടി. സെക്കൻഡ് ഞാൻ കേസ് അങ്ങനെ ഫൈനൽ നമുക്കൊരു വേറൊരു ഇവന്റ് യൂണിറ്റ് കിട്ടി. ഇനി ഇത് പോകുമ്പോഴേക്കും തന്നെ കിട്ടി, അതുകൊണ്ട് നല്ലതാ. ഓക്കെ ക്ലാസിക് ക്യാമറമാൻ്റെ സ്പ്ലാഷ് ഡാമേജ് ഉണ്ട്. ഡാമേജ് 30,000 വരെയും. ബ്ലാസ്റ്റ് റേഡിയസ്, റേഞ്ച്, കൂൾ ഡൗൺ, DPS കുഴപ്പം. അപ്പോൾ ഇത് ക്യാമറ ഹെലികോപ്റ്ററിനെക്കാളും നല്ലതാണ്. ഇന്നെനിക്ക് സ്പീക്കർ മാനിനെ മാറ്റി. കേസ് എനിക്ക് നല്ല ടീമായിട്ടുണ്ട് ഇപ്പം. ഇനി 10,000 ടോയ്ലറ്റിനെ ക്ലാസിക് ക്യാമറമാനെ കൊണ്ട് കൊല്ലണം. ഇവിടെ മിത്തിക്കൽ ക്രൈറ്റ്സിന് പൈസ ഇല്ല എൻ്റെ കയ്യിൽ. മിത്തിക്കൽ ക്രൈറ്റ്സ് പറഞ്ഞാൽ ഇത് ഒരു ലക്ക് ബൂസ്റ്റ് പോലെ തന്നെ, പക്ഷേ കട്ടക്ക് പൈസ വേണം അതിന്. ഇതിപ്പോൾ നേരത്തെ ഓട്ടോ സെൽസ് തൊട്ടാണ് എത്തിക്സ് വരാൻ പറ്റൂല. ഇപ്പം മിത്തിക്കൽസിന് ഓട്ടോ സെല്ല് ചെയ്യുക. ആരും എന്തായാലും തൊട്ടാണ് ബേസിക്കും കോമൺ അത്രയും ചെയ്യുള്ളൂ. എന്തായാലും ആരും മിത്തിക്കൽസിന് കേസ്. അപ്പോൾ എൻ്റെ ഏറ്റവും ആദ്യത്തെ സമൻ ഞാൻ ബേസിക്കും ഇതും ഓട്ടോ സെല്ല് ചെയ്യുക. നല്ല ട്രേഡ് കിട്ടോ നോക്കാം. ക്ലാസിക്കിന് നല്ലത് തരോ. മിത്തിക്സ് ഉണ്ട് റെഡി.
കേസ് ക്ലാസിക് ഞാൻ എന്തായാലും ട്രൈ ചെയ്യൂല, കാരണം ഇനി എനിക്ക് കിട്ടൂല ക്ലാസിക്. തന്താടി ഒന്നും കിട്ടണില്ലല്ലോ നല്ലത്. ബാക്ക് ബ്രൗൺ സൂട്ട് അങ്ങനെ കിട്ടണ നല്ലതാണ്. കേസ് ഒരു ഇടിയോ ഇതിപ്പോ ഞാൻ ഇവിടെ ഒരു മാറ്റിൽ ഇത് കാണിക്കപ്പോ ചിലപ്പോ നല്ലതായിരിക്കും. സമയം ഗൈസ് എൻ്റെ ഇല്ലാത്ത യൂണിറ്റിനെ ഞാൻ അതുകൊണ്ട് ഓട്ടോ സെല് ചെയ്ത് പോയി. അതുപോലെ പോലെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ കിട്ടും ഇത്. കേസ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇനി ഞാൻ ഇത്രയും ചെയ്യണല്ലോ. നിങ്ങൾക്ക് വീഡിയോ എൻജോയ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ എൻജോയ് ആയെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ടോയ്ലറ്റ് ടവർ ഡിഫെൻസിൻ്റെ വീഡിയോസ് പിന്നെയും കാണാൻ. പിന്നെ അത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യാൻ മറക്കരുത്. സോ DG Gamers out.